ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഒരു തക്കാളി കറി ഉണ്ടാക്കി നോക്കാം. ഇത് എൻ്റെ റെസിപ്പി അല്ല. ഫിദ ട്യൂഷന് പോകുന്ന വീട്ടിൽ ട്യൂഷൻ ടീച്ചറിൻ്റെ അമ്മ അവൾക്ക് ഇടയ്ക്ക് ദോശയും തക്കാളി കറിയും ഉണ്ടാക്കി കൊടുത്തു. അവൾക്കത് ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു. അന്നോട്ട് എന്നോട് പറയുകയാണ് എനിക്ക് തക്കാളി കറിയും ദോശയും വേണമെന്ന്. അതുകൊണ്ട് ഞാൻ ആ കുട്ടിയുടെ അമ്മയോട് ചോദിച്ചിട്ട് ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ്. ഇതിന് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. 2 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 10-20 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചതച്ച് ചേർക്കാം. പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു. നമുക്ക് 2 വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർക്കാം. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. തക്കാളിയും നന്നായി വാടി വരട്ടെ. തക്കാളി നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി യോജിപ്പിച്ചിളക്കി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി വാട്ടിയെടുക്കും. പൊടികളെല്ലാം നന്നായി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കും. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കാം. കറി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ